നമസ്കാരം. വിശ്വഹിന്ദു പരിഷത്ത് ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഷഷ്ടിപൂർത്തി വർഷമായിട്ടുള്ള 2024 ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ സംവിധാനത്തെ നോക്കിക്കാണുന്നത്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ധാർമ്മിക ശ്രേണിയിൽ അതിൻ്റെ പ്രവർത്തനം ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ധാർമ്മിക ശ്രേണിയിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ ആത്മവീര്യം നഷ്ടപ്പെട്ട ഹൈന്ദവ സമൂഹത്തിൻ്റെ ആത്മവീര്യത്തെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് മന്ദിർ അർച്ചക് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്, പ്രത്യേകിച്ചും ധാർമ്മിക ശ്രേണിയിലൂടെ നടത്തുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ഹർഷവർദ്ധന് ശേഷം 1000 വർഷത്തെ ഹിന്ദുവിൻ്റെ പോരാട്ടത്തിനൊടുവിലാണ് രാജ്യത്ത് പല സംവിധാനങ്ങളും അസംഘടിതമായപ്പോൾ ഭാരതത്തിലെ ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ധർമ്മ സത്സംഗ്, അതേപോലെ തന്നെ കേന്ദ്ര മാർഗദർശക മണ്ഡലം, സംസ്ഥാനങ്ങളിൽ മാർഗദർശക മണ്ഡലങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുകയും ആത്മവീര്യം നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് സന്യാസി ശ്രേഷ്ഠന്മാർ അവരുടെ ഒരു യാത്ര, സത്സംഗങ്ങൾ, അവരുടെ ഗൃഹസമ്പർക്കങ്ങൾ, ഗ്രാമസന്ദർശനങ്ങളിലൂടെ ആ ആത്മവീര്യം നഷ്ടപ്പെട്ട ഹൈന്ദവ സമൂഹത്തിനൊരു പുത്തൻ ഉണർവ് നൽകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ഹിന്ദുവിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അർച്ചക് പുരോഹിത് വിഭാഗം നടത്തുന്നത്. മന്ദിർ അർച്ചക് പുരോഹിത് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കാൻ കഴിഞ്ഞു. അതായത് ഒരു ക്ഷേത്ര കമ്മിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കണം, ആ ക്ഷേത്ര കമ്മിറ്റികളുടെ പ്രവർത്തന പദ്ധതി എന്താണ്, അവർക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശീലനങ്ങൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. അതുപോലെ തന്നെ ഭാരതത്തിലെ പൂജ ചെയ്യുന്ന, അർച്ചന ചെയ്യുന്ന അർച്ചകന്മാരായിട്ടുള്ള പുരോഹിതന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരു ഏക കൊടിക്കീഴിലേക്ക് അല്ലെങ്കിൽ ഒരു ഏക കൊടക്കീഴിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് വലിയ വിപ്ലവകരമായ മാറ്റം വിശ്വഹിന്ദു പരിഷത്തിലൂടെ നടത്താൻ കഴിഞ്ഞു. അതായത് ക്ഷേത്ര പൂജാരിമാരെ ആ ഒരു ഏകീകരണത്തിലേക്ക് കൊണ്ടുവരികയും പൂജ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ പൂജ പഠിപ്പിക്കുകയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഭാരതത്തിലും പുറത്തുമായി വിശ്വഹിന്ദു പരിഷത്ത് പൂജാ പഠന കോഴ്സുകൾ നൽകി പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൊട്ട അയൽവക്ക സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ വിപ്ലവകരമായൊരു മാറ്റമാണ് ഉണ്ടായത്. ഏകദേശം 20,000-ൽ പരം ആളുകളെ നമുക്ക് ഈ പുരോഹിത വൃത്തി പഠിപ്പിക്കാൻ കഴിഞ്ഞു. പൂജാവിധാനങ്ങൾ പഠിപ്പിക്കുകയും ഒപ്പം തന്നെ ആ പൂജാവിധാനം പഠിച്ചിറങ്ങിയ ആളുകളിൽ എടുത്തു പറയാവുന്നൊരു കാര്യം 80% ആളുകളും പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ 60 വർഷം പൂർത്തീകരിക്കുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ചരിത്രത്താളുകളിൽ നമുക്ക് എഴുതി ചേർത്ത് വെക്കാനുള്ളത്. ദേശീയവും സാമൂഹ്യമായ വെല്ലുവിളികളെ നേരിടാൻ ഇന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ ഉണർവ് അനിവാര്യമാണ്. പൂജാരിമാരും അർച്ചകന്മാരുമാണ് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമാന്തരങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനം എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല വേദപഠനം, സംസ്കൃത പഠനം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വേദ പാഠശാലകൾ ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിലും വിശ്വഹിന്ദു പരിഷത്ത് നടത്തി വരുന്നുണ്ട്. അതേപോലെ തന്നെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ഗോക്കളെ, പശുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ പശു പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, ആ പശു ഉൽപ്പന്നം, അതായത് പാല്, ഗോമൂത്രം പോലുള്ള, ചാണകം പോലുള്ള പശുവിൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണങ്ങൾ, അതിൻ്റെ പരിശീലനങ്ങൾ, അങ്ങനെ വലിയ വിപ്ലവകരമായ ഒരു മാറ്റം ഈ ധാർമ്മിക ക്ഷേത്ര പ്രവർത്തനത്തിലൂടെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാരതത്തിൻ്റെ ശക്തി, അതിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങൾ ഉയരണം. ക്ഷേത്രങ്ങളിലൂടെ ഒരു സാംസ്കാരിക വിപ്ലവം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ ധാർമ്മിക വിപ്ലവം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിശ്വഹിന്ദു പരിഷത്ത് വിഭാവനം ചെയ്ത ഒട്ടനവധി പദ്ധതികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടത്തി വരുന്നു. നമുക്കറിയാം 1000 വർഷക്കാലം നമ്മളെ അടിമത്തത്തിലേക്ക് നയിച്ച
ഈ ഭാരതം 1000 വർഷത്തോളം കാലം അടിമത്തത്തിലുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് മുഗളന്മാരായ ആളുകൾ ഏറ്റവും കൂടുതൽ നമ്മളെ അടിമകളാക്കിയപ്പോൾ അവർ ആദ്യം തകർത്തത് ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളായിരുന്നു. കാരണം ഹിന്ദുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ കെട്ടുറപ്പ് ക്ഷേത്രങ്ങളിലൂടെയാണ്. ക്ഷേത്രങ്ങളാണ് അവരുടെ ഒരു സംസ്കാര കേന്ദ്രം ഹിന്ദുവിൻ്റെ എന്ന് മനസ്സിലാക്കി ഹിന്ദുവിനെ തകർക്കണമെങ്കിൽ ക്ഷേത്രം തകർക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി മുഗളന്മാർ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ തകർത്തത് അവരാണ്. ആ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഒരു പുനർനിർമ്മാണം അതാണ് വിശ്വഹിന്ദു പരിഷത്തിലൂടെ ഈ 60 വർഷം നടത്തിയത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അയോധ്യയിലെ ആ മഹാക്ഷേത്രം രാംലല്ല അവിടെ ഉയർന്നത് ഹിന്ദുവിന് അഭിമാനകരമായ ഒരു മുഹൂർത്തമായിരുന്നു. അങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ധാർമ്മിക ശ്രേണിയിലൂടെ ധാർമ്മിക ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഹൈന്ദവ സമൂഹത്തിനകത്ത് ചെയ്യേണ്ടതുണ്ട്. അതിന് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് ഈ വരും വർഷങ്ങളിൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്തേ.